ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഇടിച്ചക്ക ചെറുപരിപ്പ് പായസമാണ്. അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ഒരു ബൗള് ചെറുപയറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറുപയറല്ല, ചെറുപരിപ്പാണ്. അതൊന്ന് വറുത്തെടുക്കണം. ഇത് ചക്ക നല്ലപോലെ പൊടി പോലെ അരിഞ്ഞെടുത്തേക്കണേന്. ഇടിഞ്ചക്കയാണ് ഇട്ടാൽ കടച്ചക്ക അല്ല, ഇടിഞ്ചക്ക. ഇതുപോലെ കുഞ്ഞതാക്കി അരിഞ്ഞെടുക്കണം. ഒരു കപ്പ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അതും കൂടി ഇട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പയറിന് 2 കപ്പോളം വെള്ളം ഒഴിക്കണം. അങ്ങനത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളിൽ പൊങ്ങി നിൽക്കുന്ന വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 4 വിസിലൊക്കെ കേട്ട് എയറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പും ചക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് തീയൊന്ന് കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 കവറ് പാലൊഴിച്ച് കൊടുക്കണം. മിൽമ പാല് 1.5 കവർ പാലൊഴിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ പാലും ഒക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരാം. കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരുന്നതിന് വേണ്ടി 2 സ്പൂൺ നമുക്ക് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി പകുതി തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പായസം നല്ലപോലെ തിളച്ച് വന്ന് അതിലേക്ക് ആവശ്യമായ ശർക്കര ഒഴിച്ച് കൊടുക്കുക. ഞാനിതിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മധുരം വേണ്ടവർക്ക് നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണ് ഏലക്കപ്പൊടി, ഒരു 1.5 സ്പൂൺ ഇത് ചുക്കും നല്ല ജീരകം കൂടി കൂട്ടി പൊടിച്ചതാണ്. ആ പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഒരു 1/2 ബൗളും കൂടി ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളെ ഇടിച്ചക്ക പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. തിളച്ച് കൊണ്ടിരിക്കണേന്. ഇപ്പോൾ ചക്കരൊക്കെ സീസണാണ്, ഇപ്പം ഉണ്ടാവുന്നൊക്കെ ടൈമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവർ ഇടിഞ്ചക്ക എടുത്ത് ഇതുപോലെ പരിപ്പും കൂട്ടി പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും തേങ്ങാക്കുത്തൊക്കെ വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം. ഇടിഞ്ചക്ക വീട്ടിലുള്ളവരെല്ലാവരും ഒന്ന് പായസം വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്.